24 ബ്രേക്കിംഗ് KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിദുൽ ബാലന്റെ വീട് അന്വേഷിക്കുന്ന ഡിവൈഎഫ്ഐ നേതാവിന്റെ വാട്സ്ആപ്പ് ചാറ്റ് പുറത്ത്. തിരുവള്ളൂർ ജനകീയ കൂട്ടായ്മ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചാറ്റുകൾ കോൺഗ്രസ് പോലീസിന് കൈമാറി. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. നിഖിൽ, ഈ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച ആളുകളുടെ ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ മർദ്ദനത്തിലുള്ള ആഹ്വാനമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് നാട്ടിൽ തേടിപ്പിടിച്ചെത്തി ഇത് ആസൂത്രിതമായ ആക്രമണം എന്നത് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള തെളിവുകളാണല്ലോ അല്ലേ? തീർച്ചയായും ഗോകുൽ, ഈ വീണ ജോർജിന് നേരെയുള്ള ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ബിദുലിന്റെ ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് ഇയാളെ ആക്രമിക്കണമെന്നും കൊലപ്പെടുത്തണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ്. അത് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും, പ്രത്യേകിച്ച് ഇടത് സൈബർ കേന്ദ്രങ്ങൾ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ബിദുൽ ബാബുവിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്ന ഒരു വാട്സാപ്പ് ചാറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐ നേതാവാണ് ചോദിക്കുന്നത് ബിദുലിന്റെ വീട് ഏത് ഭാഗത്താണ്, എവിടെയാണ് കറക്റ്റ് സ്ഥലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. തിരുവള്ളൂർ ജനകീയ കൂട്ടായ്മ എന്ന ഗ്രൂപ്പിലാണ് ഇത്. ഇടത് സൈബർ കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതിലാണ് അവന്റെ നമ്പർ പലരും ചോദിക്കുന്നു, താങ്കളുടെ കയ്യിലുണ്ടോ, തോടന്നൂരിൽ എവിടെയാണ് വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അവനെ 51 വെട്ടാനാണോ എന്നൊരാൾ ചോദിക്കുമ്പോൾ 50 എന്ന് തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്. കൈക്ക് പ്ലാസ്റ്റർ ഇടാനാണെന്നൊരാൾ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ ചർച്ച നടത്തുകയുണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസ് ഈ ചാറ്റുകൾ ശേഖരിക്കുകയും പോലീസ് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. നിഖില്, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ MP ബിദുലിന്റെ വീട്ടിലെത്തുന്നു. അവിടുത്തെ സാഹചര്യം അടക്കം വിശദീകരിച്ചുകൊണ്ട് CPM-നെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിലൊക്കെയുള്ള കേസ്, അതിലെ പരാമർശങ്ങൾ, FIR-നെ പറ്റിയൊക്കെയും വിമർശനമുണ്ടല്ലോ കോൺഗ്രസിന്. തീർച്ചയായും ഷാഫി പറമ്പിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇന്നിപ്പോൾ ഈ ബിദുലിനെതിരെ എടുത്ത കേസിന്റെ സാഹചര്യത്തിനോടൊപ്പം തന്നെ ഈ വീട്ടിലേക്ക് ബോംബെറിഞ്ഞതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ ബോംബേറും ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണോ എന്നാണ് മുഖ്യമന്ത്രി ഷാഫി പറമ്പിൽ ചോദിച്ചത്. മുഖ്യമന്ത്രി കൊടുത്ത സംരക്ഷണത്തിന്റെ ഭാഗമായാണ് യുവാക്കൾ ഈ ബോംബെറിയുന്ന നടപടിയിലേക്ക് അടക്കം കടന്നത് എന്നാണ് അവർ പറയുന്നത്. ഷാഫി പറമ്പിൽ പറയുന്നത് ഈ ബിദുലിന് അഡ്വാൻസ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടക്കം ചെയ്തത്. സൈബർ സഖാക്കൾ പച്ചയ്ക്ക് ഭീഷണിപ്പെടുത്തുകയാണെന്നും ഷാഫി പറയുന്നു. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് കല്ലെറിഞ്ഞിട്ട് പോലും എത്ര പേർക്ക് ആദരാഞ്ജലി നേർന്നിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ മുൻ കണ്ണൂർ സംഭവം മുൻനിർത്തിക്കൊണ്ട് ഷാഫി ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അന്ന് എത്ര പേരെ ആക്രമിച്ചിട്ടുണ്ട് എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. എന്തായാലും ശക്തമായിട്ടുള്ള പിന്തുണ ഈ കുടുംബത്തിന് നൽകും. ബിദുലിനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിക്കുന്ന പോലീസുകാർ 2 മാസം കഴിഞ്ഞ് UDF ഭരണത്തിൽ വരാൻ പോവുകയാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്നുള്ള കാര്യം കൂടി ഷാഫി പറമ്പിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ബിദുലിന്റെ നാട്ടിൽ ഇന്ന് വൈകിട്ട് ഒരു പ്രതിഷേധ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ നിലവിൽ ഹർത്താലാണ്. K മുരളീധരൻ അടക്കമുള്ളവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.